അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശേഷം നോക്കുമ്പോൾ നമ്മൾ എവിടത്തെ ഒരു ഇതാണ് പരിശോധിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് തൃശ്ശൂർ കോർപ്പറേഷനിൽ വരെ പോകാം അല്ലെ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇത്തവണയും കടുത്ത മത്സരത്തിന് തന്നെയാണ് സാധ്യത. അവിടെ മേയറും പ്രതിപക്ഷ നേതാവും ഇത്തവണ മത്സര രംഗത്തുണ്ടാവില്ല. UDF-ഉം LDF-ഉം കടുത്ത പോരാട്ടത്തിനൊരുങ്ങുമ്പോൾ നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് BJP. മധ്യകേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനാണ് തൃശൂർ. കഴിഞ്ഞ തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസ് വിമതനായ MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് ഇടതുപക്ഷം ഭരണം പിടിച്ചത്. ഇത്തവണ എന്ത് സംഭവിക്കുമെന്നതിലാണ് ആകാംക്ഷ. 55 സീറ്റിൽ 24 വീതം LDF-ഉം UDF-ഉം നേടി. BJP നേടിയത് 6 സീറ്റുകൾ. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച MK വർഗീസിനെ കൂടെ കൂട്ടിയാണ് 5 വർഷവും ഇടതുപക്ഷം കോർപ്പറേഷൻ ഭരിച്ചത്. ഇടയ്ക്കിടെ അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ മേയറെ CPM നിയന്ത്രിച്ചു കൊണ്ടു നടന്നു. വാർഡ് വിഭജനത്തോടെ കോർപ്പറേഷനിൽ 1 സീറ്റ് കൂടിയിട്ടുണ്ട്. 5 വർഷത്തെ വികസന പ്രവർത്തനത്തിന് അധികാര തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് LDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇനിയൊരു അംഗത്തിനില്ലെന്ന് മേയർ വ്യക്തമാക്കി. BJP പാളയത്തിൽ എത്തുമെന്നാണ് അഭ്യൂഹം. ഞാൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നില്ല. ഈ 5 വർഷക്കാലത്ത് വലിയ ആത്മാർത്ഥമായി ജോലി ചെയ്ത ഞാനൊരു 3 മാസം റെസ്റ്റിലാണ്. ആ 3 മാസം കഴിഞ്ഞിട്ട് അപ്പേ ആലോചിക്കാം നമ്മളാർക്കെങ്കിലും വേണം. ഞാൻ സുരേഷ് ഗോപിയായിട്ട് യാതൊരു അടുപ്പക്കുറവില്ല. ഒരു ബന്ധം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ടും സൗഹൃദം വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. സംസ്ഥാനത്തും കോർപ്പറേഷനിലും നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം അധികാരത്തിലെത്തിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജില്ലയിലെ ചേരിപ്പോര് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചാൽ പാർട്ടി വിയർക്കേണ്ടി വരും. വളരെ അനുകൂലമായ ഒരു തരംഗമാണ് ഇന്ന് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണത്തോടുള്ള എതിർപ്പും ഗവൺമെന്റിനോടുള്ള എതിർപ്പും സ്വാഭാവികമായിട്ടും തൃശ്ശൂർ കോർപ്പറേഷനിലെ വലിയൊരു ഭൂരിപക്ഷത്തിലെ കൗൺസിലർമാരുടെ അംഗബലം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പ്രചാരണ പരിപാടിക്കാണ് BJPയുടെ പദ്ധതി. 20-ലധികം സീറ്റുകൾ നേടാനാണ് BJPയുടെ ലക്ഷ്യം. ഒരാഴ്ചയ്ക്കുള്ളിൽ മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കും. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.